അപ്പോൾ ഇന്നാണ് 24-ാം തീയതി നമ്മൾ പോണ ദിവസം. ഞങ്ങളുടെ ടിക്കറ്റ് ഇതുവരെ കൺഫേം ആയിട്ടില്ല, അത് വേറെ കാര്യം. ടിക്കറ്റ് ഞങ്ങളുടെ RAC എടുക്കാണ് ഗൈസ്. ട്രാവൽ ചെയ്യാൻ എന്തായാലും പറ്റും. അപ്പം ഇന്നാണ് നമ്മൾ പോകുന്നത്. അപ്പം ഞങ്ങൾ പാക്കൊന്നും ചെയ്തിട്ടില്ല ഇത്ര നേരമായിട്ട്. ഞങ്ങൾക്ക് കുറച്ച് ദിവസം ഉറങ്ങാൻ പറ്റില്ല, കാരണം എനിക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻറ്റ് ഉണ്ടായിരുന്നു, ഇവന് വേറെ കുറച്ച് കമ്മിറ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നല്ല വിശദമായി ഉച്ച വരെ കിടന്നുറങ്ങി എണീറ്റ് ഞങ്ങൾ പാക്ക് ചെയ്യണ സമയത്ത് കുറച്ച് സാധനങ്ങൾ കൂടെ വാങ്ങിക്കാണ്ടെന്ന് മനസ്സിലായി. അപ്പം ഞങ്ങളത് വാങ്ങിക്കാൻ വേണ്ടി പോയി ഡെക്കാത്ലോണിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചാച്ച ബൈ ബൈ ഒക്കെ പറയാൻ വേണ്ടി പോയി, കാരണം ഞങ്ങൾ ക്രിസ്മസിന് ന്യൂ ഇയർ അവരെ കാണില്ലല്ലോ. അങ്ങനെ പോയി. സോറി, ഇവരെ കാണുന്നില്ലല്ലേ, ഇത്ര നേരം ഞാൻ പറഞ്ഞതിനൊന്നും നിന്നെ കണ്ടിട്ടില്ല. ഇനിയിപ്പോ കുറച്ച് ദിവസം ഷാഡോനെ നോക്കുന്ന അച്ഛനമ്മയായിരിക്കും, ഞങ്ങളില്ലല്ലോ ഷാഡോനെ നോക്കാൻ. അപ്പൊ ഒന്ന് കൂടും എല്ലാം ഒന്നും കൂടെ ഒന്ന് ക്ലീനൊക്കെ ചെയ്ത് ഫുഡൊക്കെ നേരത്തെ സെറ്റ് ചെയ്ത് വെക്കണം, വാങ്ങിച്ചു വെക്കണം ഫുഡ്. അങ്ങനെ നല്ല ചൂടുള്ള ചിക്കൻ സ്റ്റൂ ആർക്ക് വേണ്ടിയിട്ടാണെന്നറിയോ? അമ്മയുടെ മോൻ. അത് കാരണമല്ല, ക്രിസ്മസിന് എല്ലാ വർഷവും വീട്ടിൽ നിന്ന് ബ്രെഡ് സ്റ്റൂവും കോഴിക്കറിയും പിടിയും താറാവ് റോസ്റ്റും അപ്പമൊക്കെ കഴിച്ചിട്ടാണ് എങ്ങോട്ടെങ്കിലും പോവാ. പക്ഷെ ഇപ്രാവശ്യം ഞങ്ങൾക്ക് ടിക്കറ്റ്സും കാര്യങ്ങളും ഞങ്ങളുടെ ഡേറ്റ് അവൈലബിലിറ്റിയും പിന്നെ എൻ്റെ ഒരു കസിൻ്റെ എൻഗേജ്മെൻ്റ് ഒക്കെ ഉള്ള കാരണം ക്രിസ്മസ് ഡേന്ന് സ്റ്റാർട്ട് ചെയ്താലേ ഞങ്ങളുടെ ട്രിപ്പ് പ്ലാൻ ചെയ്ത പോലെ പോവുള്ളൂ. സോ വി തോട്ട് ഇന്ന് ക്രിസ്മസ് ആക്കാമെന്ന്. ഇന്ന് 24-ാം തീയതി. അപ്പോൾ അമ്മ പറഞ്ഞു ഇന്ന് ബ്രെഡ് സ്റ്റൂവും കോഴിപ്പിടിയൊക്കെ ഉണ്ടാക്കി തരാമെന്ന്. സോ അങ്ങനെ അത് കഴിച്ചിട്ടാണ് ഗൈസ് ഇറങ്ങുന്നത്. അമ്മ അവിടെ പ്രിപ്പറേഷനിലാണ്. അമ്മയുടെ കയ്യിലിപ്പോ ഇത് വീണു, എണ്ണ വീണു, പൊള്ളി അമ്മയുടെ കയ്യിൽ. അമ്മ പ്രിപ്പറേഷനിലാണ്. എന്താ അമ്മ ഉണ്ടാക്കണേ? ഞാൻ കോഴി പിടി. ആർക്ക് വേണ്ടി ഉണ്ടാക്കണേ? നന്ദൂട്ടിക്ക് വേണ്ടിട്ട്. അല്ലട്ടാ, ഇത് ഇവര് വേണ്ടിട്ട് ഉണ്ടാക്കണത്. ഇവന് വേണ്ടി മാത്രം. പറഞ്ഞ കോഴിപ്പിടിയും ചിക്കനും. കോഴിപ്പിടി എനിക്ക് ബ്രെഡ് സ്റ്റൂ മാത്രം മതി. എനിക്ക് കോഴിപ്പിടി. അപ്പൊ നമുക്ക് രണ്ടുപേർക്കും വേണ്ടി. പ്രേക്ഷകർ പറയുന്നത് അച്ചുവിന്റെ ആക്ച്വൽ ഫൺ വീഡിയോസിൽ കാണുന്നില്ല എന്നാണ് പറയുന്നത്, കാരണം നീ ഭയങ്കര ഫോർമൽ ആയിട്ടാ സംസാരിക്കണേന്ന് വീഡിയോയില്. ഇവരിങ്ങനെയൊന്നും അല്ലടാ, ഇവരിങ്ങനെയൊന്നല്ല. ഇൻട്രൊഡക്ഷൻ ഒന്നും വേണ്ട, നീ തിന്നോ. ജോസഫിന്റെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ എനി ടൈം. ഓ ആദ്യം മഴ 10 ദിവസം വീട്ടിൽ ഫുഡ് കഴിക്കാൻ പറ്റില്ല, അതാണ് വിഷമം. സൗണ്ട് എഫക്റ്റ് വായിൽ കപ്പല് പോണെന്ന് കാണിച്ചോ. ക്യാരറ്റും ഉരുളൻകിഴങ്ങും നല്ല ചൂടുണ്ട്, അത് കാരണം നടക്കുമെന്ന് എനിക്കറിയില്ല. ചിക്കനും വേണേ ഫാൻ ഇട്ടോ, ഇച്ചിരി വെയിറ്റ് ചെയ്തിട്ട് കഴിച്ചാൽ മതി, ആക്രാന്ത പിടിക്കണ്ട. ചൂടോടെ എടുത്ത് ഞാൻ നോക്കട്ടെ. ചൂട് കാരണല്ലേ. ചൂട്. അങ്ങനെ നന്ദുവിന്റെ ഫേവറേറ്റ് ആയ ഡിഷ് ഓൾമോസ്റ്റ് റെഡിയാണ്. നോക്കട്ടെ, തുറന്ന കോഴിപ്പിടി. അടിപൊളി. വീഡിയോ എടുക്കണം മുമ്പേ തുടങ്ങി പരിപാടി. ഇതാണ് ഞങ്ങളുടെ റോമ ചേച്ചി. ഹായ്. ഇരിക്കുവൻ. അങ്ങനെ അമ്മേന്റെ ക്രിസ്മസ് പ്രമാണിച്ചുള്ള സ്റ്റൂ ആൻഡ് കോഴിപ്പിടി റെഡി ആയിക്കുകയാണ്. വെള്ളം ചൂടേ. വറുത്തരച്ച ടേസ്റ്റ് കഴിക്കാണ്ട് തന്നെ പറഞ്ഞു. എനിക്കറിയാലോ, വർഷങ്ങളായിട്ട് ഞാൻ കഴിക്കുന്നതാണല്ലോ. ചേച്ചി ഇരിക്കും. ചേച്ചി കമോൺ, ഹാപ്പി ക്രിസ്മസ്. ഇങ്ങനെ എടുത്ത് അതിലേക്ക് തീറ്റി അങ്ങോട്ടും മിക്സ് ചെയ്ത്
അപ്പൊ ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഗൈസ്, നമ്മൾ ഒരു ബാഗ് പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഈ ബാഗിൽ മൊത്തം നമ്മുടെ എന്താ നമ്മൾ ഇതിനകത്ത് വെച്ചേക്കണ അച്ചു? നമ്മളിതിനകത്ത് ഫുൾ മണാലി പോയിട്ട് എടുക്കാനുള്ള സാധനങ്ങളാണ് നമ്മളിതിൽ ഫുൾ വെച്ചേക്കുന്നത്. നമ്മൾ അടുത്ത ബാഗിൽ നമ്മൾക്ക് വെക്കാനുള്ള സാധനങ്ങളാണ് നമ്മുടെ നോർമൽ വെറുതെ ഉള്ള ഔട്ട്ഫിറ്റുകളൊക്കെ. ഇതിനകത്ത് എന്തൊക്കെയാ വെക്കാൻ പോണേ? താങ്ക്സ്. ഇതാണ് ഞങ്ങളുടെ കുക്കു. ഇതാണ് ഞങ്ങളുടെ കുക്കുമണി. എടപ്പ കുറച്ച് ദിവസം ഞങ്ങൾ ഉണ്ടാവില്ല. വെഗിളിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ല, നീ കഴിഞ്ഞിട്ടുള്ള അടുത്ത വെഗിളി കുക്കുവോ. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ 2 ട്രാവൽ ബാഗിലായിട്ട് എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഗൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോയിട്ട് വരാട്ടോ. സോ ഹായ് ഗായ്സ്, ഞങ്ങളങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അച്ഛൻ ഞങ്ങളെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നു. ബാക്കിൽ ഒരാളും കൂടി ഉണ്ട്. യെസ്, അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ സമയം 10:12. ഞങ്ങൾക്ക് 11:30 ട്രെയിൻ. കുറച്ച് നേരത്തെ ഇറങ്ങി, വെറുതെ റിസ്ക് എടുക്കണ്ട. ലാസ്റ്റ് മിനിറ്റ് സീറ്റ് കൺഫേം ആയി ഗൈസ്. ബൈ ദ വേ, സീറ്റ് കൺഫേം ആയത് ഒരെണ്ണം 8ഉം ഒരെണ്ണം 12ഉം ആണ്. അപ്പൊ അവിടെ ചെന്നിട്ട് അവരോട് ചോദിക്കണം, ചേട്ടാ ഒരുമിച്ചുള്ള സീറ്റ് ഞങ്ങൾ എടുത്തോട്ടേന്ന്. അവിടെ ചെന്ന് കെഞ്ചി ചോദിക്കാം. കിട്ടി. അപ്പോൾ അങ്ങനെ ഇപ്പൊ ഇന്ന് രാത്രി ഉറക്കം ഒരു ഉച്ചയ്ക്ക് ആകുമ്പോൾ എണീക്കണം. ട്രെയിനിൽ ഫുഡ് കഴിക്കണം. 2 ദിവസം ഞങ്ങള് വെറുതെ ഇരിക്കും. നാളെ ഫുൾ വെറുതെ ഇരിക്കണം. മറ്റന്നാളെ ഒരു 5 മണി 6 മണിയെ കാണിക്കുന്ന ഡിലേ ഒക്കെ വന്ന് ഒരു 8 മണിക്കുള്ളിൽ എത്തേണ്ടതാണ്. അന്ന് തന്നെ നൈറ്റ് ബസ് ഡൽഹിയിൽ നിന്ന് മണാലിക്ക്. അച്ഛൻ എന്താണ് പറയാനുള്ളത്? ഞങ്ങൾ പോണേന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് തരാനുള്ള അഡ്വൈസ്, ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള ഒരാളായതുകൊണ്ട് പറയൂ, എന്താണ് പറയാനുള്ളത്? ഐസില് അധികം കളിക്കണ്ട. ഓക്കെ, ഞങ്ങൾ ഇതിനു മുമ്പ് മണാലിക്ക് പോയപ്പോൾ ഞാൻ ഒറ്റയ്ക്കൊക്കെ ഐസിൽ ട്രക്ക് ചെയ്ത് പോയായിരുന്നു. ആ ഒരു മുൻപരിചയം വെച്ചു പറയുന്നതാണില്ല. ഇപ്രാവശ്യം ഭയങ്കര ഐസ്. അത് കാരണം അങ്ങനെ മലേന് മുകളിലേക്കൊന്നും കയറി വരില്ല. റോട്ടിൽ കൂടെ നടക്കുമ്പോൾ തന്നെ ഐസ് ആയിരിക്കും. അതങ്ങനെ. പിന്നെ അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? എല്ലാം കറക്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തോളണം. പണ്ടൊക്കെ മറ്റേ ഹോംവർക്ക് ചെയ്തിട്ട് കിടക്കണം എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ അമ്മ കറക്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യണം. ഞങ്ങളിങ്ങനെ കാത്തിരിക്കും. പിന്നെ അച്ചു ഇത് തന്നെ അച്ഛൻ പറഞ്ഞങ്ങനെ പറയാനുള്ളത്, ഐസിലൊന്നും പോയി ചാടരുത്. പണ്ട് മറ്റേ നമ്മള് ചെറുപ്പത്തിൽ പറയില്ല, കുളത്തിലൊന്നും പോയി ചാടരുത് പറയേണ്ടത്. അതേപോലെ ഇപ്പൊ ഐസിലൊന്നും പോയി ചാടരുത്. ഐസ് ചെയ്യാന്നല്ല അല്ലേ? ആരാ നിന്നെ ഞാൻ നോക്കണം അവിടെ ചെന്നാ. കാര്യത്തിലേക്ക് വരുമ്പോ ആരാണ് കുട്ടികളിത് ഇവിടെ എല്ലാവർക്കും അറിയാം. ഓക്കെ, ശരി. അപ്പൊ ശരി ഗൈസ്, ട്രെയിൻ. അച്ഛനും മോളും കഥയൊക്കെ പറഞ്ഞ് കുറിക്കാനും മുറിക്കാനും സാധനങ്ങളൊക്കെ മേടിച്ചു വന്നിട്ടുണ്ട്. പറഞ്ഞ എന്നിട്ട് കൺഫേം ആയില്ലെന്നു പറയാ. കൊറേ മേടിച്ചിട്ടുണ്ടല്ലോ. 3 ദിവസത്തേക്ക് മേടിച്ചാ? 3 കുപ്പി വെള്ളം വാങ്ങിച്ചു. എന്തിനാണ്? അച്ഛൻ പറഞ്ഞു 3 വെള്ളമൊന്നും പന്നത് സീൽഡ് ബോട്ടിൽസ് ഒക്കെ ഉണ്ടോ? റെയിൽവേയിലെ പക്കയായിരിക്കും. കാനഡ വെള്ളമായിരുന്നു സീൽഡ് ബോട്ടിൽ പൊട്ടിച്ചപ്പോ. പൊന്നുമോൻ ടാറ്റ പറയുന്നു. പോയിട്ട് കുറച്ച് മഞ്ഞ് കൊണ്ടുവരാം. സ്പ്രൈറ്റ് ഇരിക്കണം അവിടെ. കൊട്ടേരുങ്ങളാട്ടോ. അവരുടെ കാലത്ത് ഭയങ്കര റൊമാൻറ്റിക് കപ്പിളാണ് ദേശം നിൽക്കുന്നത്. ഊഞ്ഞാലാടി ഉണ്ടായതാണ് ഞാൻ. ഷമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഞങ്ങള് ഹണിമൂൺ പോണം എന്നുള്ളത്. വ്ളോഗ് കാണാൻ വേണ്ടിട്ടാ. അത് അമ്മയുടെ സന്തോഷം കണ്ടോ? അമ്മയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സപ്പോർട്ടർ യൂട്യൂബില്. ആർക്കാണ് ഹൈറ്റ് കൂടുതൽ? ആർക്കാ?
അച്ഛന് വിഷമായി. അച്ഛനെല്ലാം ഹൈറ്റോട് അഹങ്കാരം. ഒരു കളി ജയിച്ചതിന്റെ അഹങ്കാരം. ഞാൻ ജയിക്കാറായപ്പോ നീ വെട്ടിയതുകൊണ്ടാ മോനെ വെട്ടിയത്. ഞങ്ങൾ അടിച്ചു പിരിയുന്നതാണ് ഗൈസ് തോന്നുന്നത്. അടിച്ചു പിരിയുന്ന തോന്നണ മണാലി എത്തും തോന്നണില്ല. ഗുഡ് നൈറ്റ്. ഞങ്ങൾ ബെഡൊക്കെ വിരിച്ചു ഗൈസ്. കണ്ടു, ബെഡൊക്കെ വിരിച്ചു. അപ്പോൾ ഡേ വൺ എന്ന് പറയാൻ പറ്റാതെ. ഓക്കെ. അപ്പം ഇപ്പം സമയം 12 മണി കഴിഞ്ഞു. അപ്പം എല്ലാവർക്കും ഇത് ഇടുമ്പോൾ ബിലേറ്റഡ് ആയിരിക്കും. ബിലേറ്റഡ് Merry Christmas, guys. Good night. ഗൈസ്, ഇത് ഞാൻ ഇട്ടിരിക്കുന്ന സ്റ്റോറി എസ്തെറ്റിക് ആയിട്ട്. ഇനി അച്ഛൻ്റെ സ്റ്റോറി കാണിച്ചതാ ഗൈസ്. ക്രിസ്മസ് ഒക്കെ അല്ലേ, കുറച്ച് കളറാവണ്ടേ എന്ന് വെച്ചിട്ട് പൂക്കി കിഡ്സ് ആവാൻ നോക്കുന്നത് നമ്മള്. I will never try to be a pookie kid. നീ ഒരിക്കലും അത് പറയില്ല. സ്റ്റോറി. സ്റ്റോപ്പ് കോളിംഗ് മീ എ പൂക്കി. നന്ദന 97 നോക്കിയിട്ട് നന്ദന പൂക്കിയാക്കാൻ പോവാന്ന് പറയുന്നത്. ഗൈസ്, ഞങ്ങള് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മിസ് ചെയ്തു ഗൈസ്. നല്ല വിശപ്പ്. ഉച്ചത്തെ ഫുഡ് വല്ല. ഇപ്പൊ സമയം 12:30. ഞങ്ങൾ കേക്ക് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. നല്ല വിശപ്പുണ്ട്. അതുകൊണ്ട് കിടക്കണേ. ഞാൻ ഉറങ്ങുവാനോണ്ട് ഉറങ്ങിപ്പോട്ടെ. നീ സമ്മതിക്കിട്ടുള്ളൂ. നീ ഉറങ്ങി വരുമ്പോ ഈ ഫോട്ടോ എങ്ങനെയുണ്ട്, ഈ എഡിറ്റ് എങ്ങനെയുണ്ട്, എല്ലാം ചെയ്ത് കൊടുക്കണമെന്ന് പോരാ. പുച്ഛം, ലോഡ് പുച്ഛം ഗൈസ്, ലോഡ് പുച്ഛം. പറഞ്ഞാണ് രാവിലെ ലേറ്റ് ആയിട്ട് എണീറ്റാൽ മതി. എന്തായാലും ഫുഡ് മിസ്സായി. ഒരാള് തട്ടി വിളിച്ചപ്പോ ഞാൻ എന്ത് ചെയ്യാൻ 6 മണിക്ക് എണീറ്റ് പോയി. ഞാൻ 6 മണിക്ക് 9 മണിക്ക് രാവിലെ വിളിച്ച് ഞാൻ ഓടാൻ പോണേ. രാവിലെ ട്രെയിനില് 9 മണിക്ക്, വീട്ടില് 10 മണിക്ക് എണീക്കാറുള്ളൂ. ഇവിടെ 9 മണിക്ക് വിളിച്ചേക്കുക. ഉറക്കവും പോയി. 10 മണിയായപ്പോ എണീറ്റിട്ട് പട്ടിണി കിടക്കും. വിളിച്ചില്ലായിരുന്നു ഞാൻ സുഖമായിട്ട് ഉറങ്ങിയാലോ 1 മണി വരെ. എന്നിട്ട് വേണം ലഞ്ച് കൂടെ സ്കിപ്പ് ആവാൻ അല്ലേ? അത് നീ മേടിക്കില്ലടാ എനിക്ക് വേണ്ടി. ഇല്ലടാ പട്ടി. ഞാൻ 6 മണിക്ക് എണീറ്റത്. 6 മണിക്ക് എണീറ്റ് നീ എവിടെ പോണു? അറിയാണ്ട് എണീറ്റ് പോയി. ഞാൻ അറിയാണ്ട് ഗോവ എത്തി നമ്മള്. ഇറങ്ങിപ്പോ ഗോവയ്ക്ക്. ഞാൻ പോവും ഇങ്ങനെയാണെങ്കിൽ. അങ്ങനെ നന്ദുവിന്റെ ഭക്ഷണം എത്തിയിരിക്കുന്നു. എന്താണ് ഭക്ഷണം? ഇത് ഫുഡ് ചെയ്യുകയെ. അന്നം, ഒരു നേരത്തെ അന്നം. കുറെ സാധനം ഉണ്ടല്ലോ. എനിക്ക് ക്യൂരിയോസിറ്റി തുറക്കോ? അത് എന്റെ വന്നിട്ട് തുറക്കുള്ളൂ. അതെ, ഞാൻ ചിക്കനെ കഴിക്കുള്ളൂ. സോറി, അതും ക്രിസ്മസ് ആയിട്ടൊക്കെ വെച്ച് കഴിക്കേ. അറിയില്ല അതിന് തൂറ്റൽ പിടിച്ച് കിടക്കുമെന്ന്. പിള്ളേരുള്ളത് പോലെ പറയണ്ടേ. നിനക്കല്ല ശരിക്കുള്ള ഞാൻ വ്ളോഗിൽ വന്നില്ല, ശരിക്കുള്ള ഞാൻ വ്ളോഗിൽ വന്നില്ല എന്നുള്ള കംപ്ലൈന്റ്. ഞാനും വരും. അത് ഇതെന്താ, എനിക്ക് തരുമോ മോളെ? എനിക്ക് സൂപ്പർ സാധനം വന്നാൽ തൊടിയിക്കില്ല കേട്ടോ ഞാൻ. കുറച്ചു നേരമായി ഫുഡ് കൊണ്ടുവച്ചിട്ട് അവന്റെ ഫുഡ് വന്നിട്ടില്ല ഗൈസ്. സാലഡ് പോട്ടെ വരും. എന്റെ ചൂടോടെ വരും. അപ്പൊ നിന്റെ താത്ത് കൂടി അച്ചാർ. ഓ, ഇത് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ അടുത്ത് മണത്തില്ലല്ലോ. പോക്കൊക്കെ റെഡി വെച്ച് മെയിനാവാൻ നന്ദൂനെ കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷെ ചമ്മി പോവും. അതാണ് കോമഡി.
മൊത്തം ചിക്കൻ സൗണ്ട് നീ ഓടിയിട്ട് ഇനി വില പറയണ്ട. അങ്ങനെ എത്ര നല്ല കോമഡി പറഞ്ഞാൽ അത് പറഞ്ഞാൽ മതി എന്നുള്ള വിചാരം. അല്ലാണ്ട് ചില സമയത്ത് അടിക്കുന്ന സാധനമൊക്കെ കേട്ടോണ്ടല്ല എന്റെ പൊന്നളിയാ നമുക്ക് കത്തുപോലെ ചിലതൊക്കെ ഞാൻ ചിരിച്ച് കളയും. എന്തിനാണ് കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കി ചിരിക്കണേന്ന് ആലോചിക്കും. നിന്റെ ഫുഡ് വരുന്നുണ്ട് മോനെ. ഹിന്ദിയിൽ പറഞ്ഞല്ലേ എന്ത് ഇതറാവോ വന്നു അച്ഛൻ്റെ ഫുഡ് വന്നു. ഡേ 1 ഞങ്ങളുടെ ഫുഡ് വന്നു. ട്രെയിനിലുള്ള വളരെ നല്ല കാഴ്ചയെല്ലാം കണ്ടുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നു. ഫുഡ് ഇൻട്രൊഡ്യൂസ്. ഇത് പനീർ കറി ആണെന്നാ പറയണ അവര്, അല്ലെങ്കിൽ വെജ് എന്തോ സാധനമാണ്. ഇത് ചോറ്, പരിപ്പ്, സബ്ജി, തൈര്. എനിക്ക് പനീറിന് പകരം ചിക്കൻ. ഹായ്, നമ്മൾ എവിടെയാണ്? രത്നഗിരി. യെസ്, ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ് മേടിച്ചു. 2 ആപ്പി. തണുത്ത സാധനം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ 2 ഇത് മേടിച്ചു. ഇവിടെയാന്ന് തോന്നുന്നു ഇത്രയും ഓടിയിട്ട് ആൾക്കാർ ഇങ്ങനെ ഇറങ്ങണേ. പിന്നെ നല്ല ചൂട് വടാപ്പാവുണ്ട്. പക്ഷെ ഇവര് നമുക്ക് സ്നാക്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മേടിച്ചില്ല. എന്തായി കമ്പനിയൊക്കെ അടിച്ചിരിക്കുകയാണോ? ഫ്രഷ് എയർ ശ്വസിക്കാൻ വന്നിരിക്കുവാണോ? ആണോ? കുറച്ച് കോൺവെർസേഷൻ ഹിന്ദിയിൽ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഞങ്ങൾ ആക്ച്വലി ട്രെയിനിൽ സ്വിഗ്ഗി ഓർഡർ ചെയ്യണം. ലെറ്റ്സ് സീ അത് എങ്ങനെയാണ്. സീറ്റിൽ കൊണ്ടുവന്ന് തരുന്നൊക്കെയാണ് പറയണേ. പിന്നെ എങ്ങാനും വന്നില്ലെങ്കിലും നമുക്ക് ഫുൾ എമൗണ്ട് റീഫണ്ട് ചെയ്യും ക്യാൻസലേഷൻ ഉണ്ടെങ്കിൽ. ഗൈസ്, നമ്മുടെ ബിഗ് ബൗൾ എത്തിയല്ലോ. നല്ല വിശപ്പുണ്ടല്ലേ? സമയം എത്ര മണി? 10:30 കിട്ടുന്ന വിചാരിച്ചതാ. 10:30. അപ്പൊ എന്തായാലും സ്വിഗ്ഗി ഓർഡർ എടുത്തിട്ട് എന്തായാലും സക്സസ്ഫുൾ ആയി. സക്സസ് ആണ്. സാധനത്തിന് നല്ല ചൂടുണ്ട്, പെപ്സി നല്ല തണുപ്പുണ്ട്. സെറ്റ്. ഹായ് ഗൈസ്, വെൽക്കം ടു ഡേ 2 ട്രെയിനിലെ. അപ്പം നമ്മൾ രാവിലെ എണീക്കണ്ടി വന്നു. കാരണം 8:30 ബ്രേക്ക്ഫാസ്റ്റ് വരും. ഒരാൾക്ക് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് വിഷമത്തിലിരിക്കുന്നതാണ്. യെസ്, ഇങ്ങനെയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത്. അതാ തുറന്ന്. യെസ്, ഇതാണ് ഓംലെറ്റ്, ഇത് ബ്രെഡ് ഉണ്ട്. അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്തണതാണ്. കാലിട്ട് പൊളിച്ചിട്ട് ഒരാളിവിടെ നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റിരിക്കുകയാണ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ അവസാനത്തെ 1 മണിക്കൂറുണ്ടല്ലോ, ഇപ്പത്തും എന്ന് പറഞ്ഞിരിക്കണ 1 മണിക്കൂർ, അതാണ് ഏറ്റവും ഡിപ്രസിങ് എന്ന് നന്ദു പറയാൻ പറഞ്ഞു. ഞാൻ അംഗീകരിച്ചു. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞിട്ട് കോപ്പിറൈറ്റ് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ക്രെഡിറ്റ്സും കൂടി കൊടുത്തത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഡൽഹിയിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത്. അപ്പോൾ ഞങ്ങൾ ആദ്യം നേരെ അങ്ങോട്ട് പോകുന്നു, ഒന്ന് ഫ്രഷ് ആവുന്നു. സമയമുണ്ടെങ്കിൽ ഫുഡ് അടിക്കാനൊന്ന് പുറത്തിറങ്ങുന്നു. 11 മണിക്കാണ് 11 മണിക്കാണ് ബസ്. ഒരു 10:30 എത്തണം. 10-10:30 ആകുമ്പോഴേക്ക് എത്തണം. ചെറിയ ഭാഷ അറിയാത്തതുകൊണ്ട്. ഇവള് മുംബൈയിലൊക്കെ പഠിച്ച കാരണം ഇവൾക്ക് ഒട്ടും ഹിന്ദി അറിയില്ല. ഞാൻ പിന്നെ പഴയ ചാറ്റ് സെന്ററിലൊക്കെ പോയി ബായ് എഗ് പ്ലേറ്റ് പാനിപൂരി എന്നൊക്കെ പറഞ്ഞ ആ ഒരു ബന്ധം ഉണ്ടിക്കുന്നുണ്ട് ഭായിമാരായിട്ട്. ആണോ? എന്നാ ഒന്ന് പറഞ്ഞേ. ഇവിടുന്ന് നേരെ ഇവിടുന്ന് ഇറങ്ങി ഒരു ഓട്ടോ പിടിച്ച് ഹോട്ടലിൽ പോയിട്ട് നമ്മൾ 11 മണിയാവുമ്പോൾ ബസ്സിൽ കയറുന്നു ഹിന്ദി പറഞ്ഞു. എന്തേ ചിരിക്കാനല്ല, പറ പറ. നമ്മൾ ഇവിടുന്ന് ട്രെയിനിൽ ഇറങ്ങിയിട്ട് ഓട്ടോറിക്ഷ കയറി इधर से उधर के बाद हम सीधा होटल जा रहे हैं और उधर से टाइम ഉണ്ടെങ്കിൽ എങ്ങനെ പറയാ, टाइम उണ്ടെങ്കിൽ हम जुमा मस्जिद जा रहे हैं और खाने के लिए കഴിഞ്ഞിട്ട്. അപ്പോൾ
കാര്യങ്ങളൊരു പിടി കിട്ടിയില്ലേ? നീ പറ. ഞങ്ങളൊട്ടും പറ്റിക്കില്ല. എന്തായാലും ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ എനിക്ക് പഴയ ഭായിമാരുടെ അടുത്ത് എഗ് പ്ലേറ്റ് പാനിപ്പൂരി, എഗ് പ്ലേറ്റ് എനിക്കത്ര പക്ഷെ കഥയൊന്നുമില്ല. അവിടെ ചെന്നാ പറ്റിക്കാനുള്ള അവരടി പറ്റിക്കും, ഭാഷ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അവിടെയാണ് ഞങ്ങളുടെ ട്രിക്ക്. ഞങ്ങള് മറ്റേ സാധനം ഇരിക്കും. ഏത് സാധനം? രണ്ട് ഊമകൾ എന്നുള്ള രീതിയിൽ ഞങ്ങള് ചിലപ്പോ ഹായ് ഗൈസ്, ഞങ്ങൾ എത്തി ഗൈസ്. നിസാമുദ്ദീൻ മറ്റേ ആ സ്ഥലത്ത് ഞങ്ങൾ എത്തി. ആക്ച്വലി പുറത്ത് നല്ല തണുപ്പുണ്ട്, ഉള്ളിൽ ചൂടായിരുന്നു ഗൈസ്. ചൂട് എനിക്ക് തണുപ്പൊന്നും ഒരു പ്രശ്നമില്ല. ഞാൻ മറ്റെന്ത് അവന് പറയുമല്ല, എന്ത് മനുഷ്യനാണ്? അമാനുഷികനാ. അമാനുഷികൻ. ഞാൻ അമാനുഷികനാണ്. ഞങ്ങളൊന്നും ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങട്ടെ ഗൈസ്. അപ്പോ നമ്മൾ എന്താ പറയാ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾ ഊബർ വിളിക്കാൻ നോക്കി. അപ്പൊ അയാൾ വിളിച്ചിട്ട് എന്തൊക്കെയാ പറഞ്ഞു. അയാൾ പറഞ്ഞു എന്താ മറ്റേതിൻ്റെ അവിടേക്ക് വരത്തില്ല, ഊബർ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടേക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് അതേ പ്രൈസ് തന്നെ വേറൊരു ചേട്ടൻ എന്താ പറയുക ഓട്ടോയിൽ കൊണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞു. ആദ്യം അയാൾ 300 രൂപയൊക്കെ പറഞ്ഞു, പിന്നെ കുറച്ച് ഊബറിന് സെയിം പ്രൈസിലാക്കി. അപ്പം നമ്മൾ പകരം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കഷ്ടകാലത്തിന് സ്വെറ്ററും സാധനങ്ങളൊന്നും ഇപ്പോൾ എടുത്തിട്ടുണ്ടായില്ല. ഡൽഹിയിൽ തണുപ്പാന്ന് അറിയായിരുന്നു, പക്ഷേ നമ്മളെ മൂന്നാറൊന്നും കാണാത്ത ആൾക്കാരൊന്നുമല്ലല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ വിചാരിച്ചു സഹിക്കാൻ പറ്റുന്നു. പക്ഷെ നല്ല തണുപ്പുണ്ട്. ഹായ് ബോലോ ഭയ. ഹായ്. ഞങ്ങളുടെ ഊബർ ചേട്ടനല്ല, ഞങ്ങളുടെ ഓട്ടോ ചേട്ടൻ. അപ്പം ഞങ്ങളിനി അവിടെ പോയി ഫ്രഷ് ആയിട്ട് ഞങ്ങൾക്ക് പറ്റിയ ജുമാ മസ്ജിദിൻ്റെ അവിടെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം പോവാൻ. ഓക്കെ. ഒരാളെ വിശ്വസിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ, മനസ്സിലായില്ലേ? ഞങ്ങളോട് അയാൾ 250 രൂപ എന്നും പറഞ്ഞ് അവിടെ നിന്ന് കയറ്റിയിട്ട് അയാൾ ഇവിടെ നിന്ന് പകുതി വഴി ഇറക്കി വിട്ടിട്ട് ഞങ്ങളുടെ 300 രൂപ വെച്ചു. 300 രൂപ എങ്ങനെയുണ്ട്? കൊടുക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങളുടെ ചേഞ്ച് ഉണ്ടായില്ല. അയാൾ തിരിച്ചാൽ 200 രൂപ തന്നുള്ളൂ. പിന്നെ തർക്കിച്ച് നിൽക്കാൻ പറ്റിയൊരു സ്ഥലം അല്ലാത്തതുകൊണ്ട് പിന്നെ ഞങ്ങള് എന്തെങ്കിലും കാഴ്ച അനുസരിച്ച്. ഓ, നിനക്ക് ഹയർ വ്യൂ കാണിക്കാനാണ് ഒരാളെ ഓട്ടോ കൊണ്ടുപോയാനെ. ഇങ്ങനെ നടന്ന് ഇവിടെ എത്താറായാ ഒരു വലിയ കഥ ഞങ്ങൾക്ക് പറയാനുണ്ട്. ഇയാൾ എന്നെ വിളിച്ചിട്ട് ഇയാള് പറഞ്ഞു ഉറപ്പാണല്ലോ അല്ലേ നിങ്ങൾ വരുംന്ന്, കൺഫേം ആണല്ലോ എന്നൊക്കെ ചോദിച്ചപ്പോൾ പിന്നെ കൺഫേം ആണ് വരുന്നത്. അപ്പോൾ ഞാൻ എന്നിട്ട് ഉറപ്പാണെന്നൊക്കെ പറഞ്ഞിട്ടോ. ഉറപ്പാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ കഷ്ടപ്പെട്ട് ഇയാളെ ഇറക്കി വിട്ടല്ലോ. നമ്മളെ ഇറക്കി വിട്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് ഈ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാൾ പറയാ ഇവിടെ റൂമില്ല, ഇതെല്ലാം ബുക്കാണ്. അപ്പം ഞാൻ ചോദിച്ചു നിങ്ങളല്ലേ വിളിച്ചു പറഞ്ഞത് ബുക്ക് ചെയ്ത്? ഇല്ലില്ല, ഇപ്പൊ റൂമില്ലാന്ന്. 1000 രൂപയ്ക്ക് സെറ്റ് തരാന്ന്. ഞങ്ങളോട് ഞാൻ 650 രൂപയ്ക്ക് ബുക്ക് ചെയ്ത റൂമാ. അങ്ങനെ ഞങ്ങള് അപ്പുറത്ത് വേറെ സ്ഥലത്ത് പോയിട്ട് റൂമൊക്കെ എടുത്തു. നമ്മളിപ്പോ നേരെ ജുമാ മസ്ജിദിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇവിടെ 3 കിലോമീറ്റർ ഉള്ളൂ. പക്ഷെ ഇവിടെ 100 രൂപ പറയണേ. ഇതൊക്കെ പറ്റിപ്പോ നമുക്കറിയാം, പക്ഷെ കഥ പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, ഭാഷ അറിയാനും പാടില്ല, താക്കി ചിക്കാനും അറിയാൻ പാടില്ല. സോ ഞങ്ങള് ജുമാ മസ്ജിദിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ഓട്ടോറിക്ഷ, ഇങ്ങനെ 2 പേർക്ക് 4-5 പേർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന പോലത്തെ ഒരു ചെറിയ ഓട്ടോറിക്ഷ, ഓപ്പൺ ഓട്ടോറിക്ഷ. പിന്നെ നമുക്ക് അവിടെ ചെന്നിട്ട് ഫുഡ് വിശേഷങ്ങൾ. ഫുഡുകാരെ പറ്റിക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിടിച്ചു. സോ ഗായ്സ്, ഞങ്ങൾ ജുമാ മസ്ജിദ് എത്തി. നന്ദുവിനൊട്ടും കൊണ്ട് പിടിച്ചിട്ടില്ല, തിരക്കും ബഹളവും. ഇതാണ് നമ്മുടെ ജുമാ മസ്ജിദ്. സോ ബ്യൂട്ടിഫുൾ, അടിപൊളിയാണ് കാണാൻ. അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ട്. ഈ പോണ വഴിയൊക്കെ ഫുഡിൻ്റെ കളികളാണ്. ഇത് കണ്ടില്ലേ, ഓരോ സ്ഥലത്ത് ഓരോ വെറൈറ്റീസാണ്. നമുക്ക് ഒരു സ്പോട്ട് കിട്ടിയിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. അസ്ലം ചിക്കൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോണേ. ഓക്കെ, കുനാഫേന്റെ കളികളാണ് ഇവിടെ. ഓട്ടോക്കാരൻ സ്ഥലം സജസ്റ്റ് ചെയ്തു, പക്ഷെ അത് നമുക്ക് ഇഷ്ടപ്പെടുന്ന നിർബന്ധമല്ല. ഞാൻ കുറച്ച് യൂട്യൂബിലൊക്കെ കുറച്ച് നോക്കിയപ്പോൾ കുറച്ച് ഭേദമായിട്ട് തോന്നിയത്. കുറച്ച് മലയാളീസൊക്കെ പോയിക്കണ ഒരു കട കണ്ടപ്പോൾ അങ്ങോട്ട് തിരക്കാം എന്ന് വിചാരിച്ചു. വിശക്കണു. ഞാനാണ് ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ല ഇവിടെ ഒന്ന് കഴിക്കാൻ വേണ്ടി. എത്തി അസ്ലം ചിക്കൻ എത്തി. അച്ഛൻ്റെ വായിൽ വെള്ളം വന്നിട്ടായി.
ഒരുപാട് ഐറ്റംസ് ഉണ്ടെങ്കിലും ഇവരുടെ ബെസ്റ്റ് ഐറ്റമാണ് ഇവിടുത്തെ ബട്ടർ ചിക്കൻ. ഇതിനകത്ത് എന്തോ കേർഡ് പോലത്തെ എന്തോ സാധനവും മസാലയും ആഡ് ചെയ്തിട്ട് അതിനകത്ത് ബട്ടർ, അമൂലിൻ്റെ ബട്ടർ മെൽറ്റ് ചെയ്ത് ഒഴിക്കുകയാണ് ഗൈസ് ചെയ്യണേ. ഞങ്ങളിപ്പോൾ ഉള്ളത് അസ്ലം ചിക്കൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഒരുപാട് പേര് വന്ന് വീഡിയോസ് കിട്ടുന്നുണ്ട്. അന്ന് ഞാൻ വിചാരിച്ചതാണ് എന്തെങ്കിലും ഡൽഹിക്ക് വരുമ്പോൾ ഇവിടെ കയറി ഇത് കഴിക്കണം എന്നുള്ളത്. ബട്ടറിൽ മസാലയൊക്കെ ഇട്ടിട്ട് ഞാൻ വീഡിയോ ഇടാം. സലാഡ്, ഇതാണ് ബട്ടർ ചിക്കൻ. നമ്മൾ ഇവിടുന്ന് ആദ്യം കുറച്ച് സവാള ഇങ്ങനെ എടുക്കണം, ഇതിലേക്ക് ഇങ്ങനെ ഇടണം. നല്ലൊരു കഷ്ണം നോക്കി ഇങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് റൊമാലിയിൽ അങ്ങോട്ട് പൊതിയണം. ഓക്കെ, എന്നിട്ട് രണ്ടാമത് ഇതിൽ മുക്കണം. എന്നിട്ട് അങ്ങോട്ട് നിങ്ങൾ എന്തെങ്കിലും വന്ന് ട്രൈ ചെയ്തേ പറ്റൂ. എടാ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് വെച്ച് നോക്ക്. പൊളി. സത്യം ഇതല്ലേ സവാളയും കൊണ്ട് ഒരു പിടി പിടിക്കുമ്പോഴുള്ളൊരു സുഖം, അത് വേറെ എന്ത് വെച്ച് പിടിച്ചാലും കിട്ടൂല അല്ലേ. അങ്ങനെ ഗൈസ് ഒരു വറ്റ് പോലും ബാക്കി വെക്കാതെ ഫുൾ വടിച്ച് ഇങ്ങനെ എടുത്ത് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. നാന്തു ആദ്യം ഉയ്യോ എന്നൊക്കെ പറഞ്ഞു വന്ന ആളാ. എൻ്റെ ആലും കഴിച്ച് കൂടുതൽ കഴിച്ചോളാം. ഇത്രയും ബഹളത്തിനിടയിൽ വന്നത് വേർത്തായില്ലേ, ഹാപ്പി അല്ലേ. ഇനി നമുക്ക് പോകണ വഴി ഒരു കുനാഫയും കൂടി അടിച്ചിട്ട് സ്ട്രെയിറ്റ് ഹോം. സ്പേസ് ഇല്ല അല്ലേ. സോ ഇതാണ് ഇവരുടെ അസ്ലം ചിക്കൻ സ്പെഷ്യൽ. ബാക്കി മെനു മൊത്തം ഇവിടെ ഉണ്ട്. കണ്ട് ഇവിടുന്ന് എ ഗ്ലാസ് മൊഹബത്ത് ഷർബത്ത്. ഓക്കെ, താങ്ക് യു. ഒരാള് പോയി, ഞാൻ വന്നിട്ടുണ്ടോന്ന് നോക്കാനുള്ള. എടാ നമ്മളിങ്ങനെ ഓരോന്ന് കവർ ചെയ്ത് പോലെ പാപം പേടിച്ചുപോയി. അങ്ങനെ ഞങ്ങൾ ജുമാ മസ്ജിദ് വിട പറഞ്ഞുകൊണ്ട് ഓട്ടോയിൽ കയറിയിരിക്കുന്നു. മന്ന വഴിയും ഒരുപാട് നല്ല നല്ല ഹോട്ടൽസ് ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് കഴിച്ച് റിസ്ക് എടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ പോയത്. ഒരുപാട് എന്താ തുപ്പണ തിരിച്ച് അണ്ണാക്കിലേക്ക് പോയി കാണും കുഴിയാടിയപ്പോ. അങ്ങനെ കുളിച്ച് റെഡിയായി ഫ്രഷായി ഞങ്ങളുടെ എങ്ങോട്ടാ പോകുന്ന സ്ഥലത്തിന് പേരെന്താ, എന്തോ കാശ്മീരി ഗേറ്റ്. ഗേറ്റാണ് ഇറങ്ങിയേക്കണേ. സോ ഇവിടുന്ന് 15 മിനിറ്റ്സാണ് കാണിക്കുന്നത് ബസ് സ്റ്റാൻഡിലേക്ക്. അവിടുന്ന് ബസ് കയറി രാവിലെ ആയാൽ ബസ് സ്റ്റോപ്പിലെത്തി. എന്താണ് പറയാനുള്ളത്, ഇവിടെ ഭയങ്കര ബഹളം തിരക്കൊക്കെയാണ്. അന്തൊരു ഒന്നും ഇഷ്ടമല്ല എന്ന് പറയണേ. അത് കാരണം 2 ബുക്ക് മേടിച്ചിട്ട് ശാന്തിയായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. ബസ്സിൽ കയറിയാൽ അതെ സെക്യൂരിറ്റി ഒക്കെ നടന്നു വരാൻ നേരത്ത് ഞാൻ നോക്കുമ്പോൾ ഒരാള് പാന്റ് സിബൊക്കെ തുറന്ന് ബട്ടറൊക്കെ തുറന്ന് നടന്നുണ്ട്. ആർക്കറിയാം വീഡിയോ ഒക്കെ എടുത്ത് കൊണ്ടുപോയിട്ടോന്ന്. കെട്ട് കിട്ടിയില്ലെങ്കിൽ താഴെ പോയത്. സോ ഇതാണ് നമ്മുടെ ബസ്, ലക്ഷ്മി ഹോളിഡേയ്സ്. ഞങ്ങൾ ലഗേജ് എല്ലാം കയറ്റി വെച്ചു അടിയിൽ. തല പൊങ്ങിയിരിക്കണുണ്ടോ? ഹായ്, സെറ്റല്ലേ, കംഫർട്ടബിൾ അല്ലേ, സൂപ്പർ സീറ്റിംഗ് ആണ്. സീറ്റിംഗ് ഒക്കെ നല്ല ലെഗ് സ്പേസും ഉണ്ട്. നമുക്കിത് ബാക്കിലേക്ക് കിടത്താനും പറ്റും. ഓൾ സെറ്റ്. എങ്ങോട്ട് തിരിക്കാൻ? നിന്റെ മുഖം തന്നെ കാണണം. എന്താണെന്നറിയാം നമുക്ക്, അങ്ങനെ അടിച്ചാൽ മനസ്സിലാവും. ഇതാണ് ഇത് നമുക്ക് കൊണ്ടുനടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ഇത് മെമ്മറി ഫോം ആക്കണ്ട, എന്തും ആയിക്കോട്ടെ. ഇത് തന്നെയാണ് നമ്മളിങ്ങനെ എടുത്തിട്ട് ഉപയോഗിച്ച് വരെ നോക്കിയിട്ടില്ല. ഞാൻ ഉപയോഗിച്ച് നോക്കി,
അത് ഡെക്കാത്ലോണിൽ മേടിച്ചാണ്. Decathlon. It's very user friendly. അവസരം കാണൽ. എന്റെ കണ്ടോ നല്ല മെമ്മറി ഫോമാ കണ്ടത്. ഇത്ര ചക്കേനെ അത്ര ഉണ്ട് താങ്ങി പിടിച്ച് നടക്കണം. ഇത് നൈസായിട്ട് നമുക്ക് ഇതിൽ ചെറിയ സിമ്പിളൊക്കെ എടുത്ത് വെക്കാം. ഈ സോഫ്റ്റ്നെസ് കിട്ടിയിട്ടല്ലോ നിനക്ക്. ഇത് ഹാർഡാണ് ആക്ച്വലി. ബ്രോ ഇറ്റ്സ് നോട്ട് ഹാർഡ്, ഇറ്റ്സ് വെരി സോഫ്റ്റ്. ബ്രോ ഇതൊന്നും ഒന്ന് വെച്ചു. ഇതൊന്ന് പിടിച്ച് ആ വെച്ചു. ഇത് എന്തോ ഒരു സാധനം കഴുത്തിനിടയിൽ കിടക്കണം. എന്നിട്ടറിയോ എന്താ പറയാ, എടാ നമ്മൾ ഈ വെള്ളത്തിലൊക്കെ പോയി കിടക്കല മറ്റേ സാധനം അതൊന്നുമല്ല. നല്ല സുഖമുണ്ട് മാൻ. നല്ല നല്ല ഇത് കറക്റ്റ് നമുക്ക് വേണ്ട പൊസിഷനിലേക്ക് ഇതിങ്ങനെ അഡ്ജസ്റ്റ് ആവും. അതിങ്ങനെ കല്ല് പോലെ ഇങ്ങനെ ഇരിക്കാം. ഈ ഫോമോ ഈ സാധനമോ കണ്ട അവളെന്റെ പിള്ളേച്ചനെ പോലെ ഇരിക്കണം. നമുക്കിനി തികച്ചു 100 ഇല്ല. നല്ല തണുപ്പ് തുടങ്ങി വിറച്ചിരിക്കുന്ന ഒരാള് ഞാൻ കണ്ട. അതെന്റെ സീ ത്രൂ ടോപ്പും ഇത് വലിയ തെർമൽസൊന്നും അല്ല കണ്ട. എനിക്ക് തണുക്കണില്ല, അത് വിറച്ച് തണുക്കുണ്ട്. ഞാൻ അമാനുഷികനല്ല, ഞാൻ തിരിച്ചെടുത്ത്. അവിടെ വന്നപ്പോ എന്തോ പറയണ്ടായിരുന്നല്ലോ അമാനുഷികന് വന്നത്. അവിടുത്തെ നടപ്പ് എനിക്ക് സൈക്കിളിലായിരുന്നു, അവിടെ ഇവിടുത്തെ പറ്റണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടുത്തെ നടപ്പ് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നിർത്തിയതിൻ്റെ ഹോട്ടലിൻ്റെ ബാക്കിലെ വ്യൂ ആണത്. അടിപൊളി. ഹായ് ഗായ്സ്, സ്നോ കണ്ടു എന്ന് പറയാൻ ദൂരത്തുണ്ട്. കണ്ടോ ഗൈസ്, നമ്മുടെ മുകളിൽ നിറച്ച് സ്നോ ആണ്. നമ്മളിപ്പോൾ താഴെയാണ്, നമുക്കിനി മുകളിലേക്കാണ് പോകേണ്ടത്. ഇവിടെ കുറച്ച് ബ്ലോക്കാണ്. ഞങ്ങൾ അങ്ങോട്ട് കുറച്ച് നടന്നിട്ട് ടാക്സി പിടിക്കാം എന്നാണ് വിചാരിക്കുന്നത്. ടാക്സി അല്ല, ഓട്ടോ വല്ലതും പിടിക്കണം. നല്ല നടപ്പുണ്ട്. പിന്നെ നടന്ന് ബോമപ്പാവാന്ന് വിധിച്ചു. ഇങ്ങനെ ദൂരത്തൊന്നും കണ്ടിട്ടില്ല നീ. ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോ നമുക്കൊരു കൂട്ടുകാരനെ കിട്ടി. ഹായ്, എന്നാ ഉണ്ട്? അറിയില്ല, അതെ കമ്പനി അടച്ച് നടക്കുന്നുണ്ട്. ഇവിടുത്തെ പട്ടികളെ കാണാൻ ഭയങ്കര രസം കേട്ടോ. ഭയങ്കര സൈസും തണുപ്പായതുകൊണ്ട് ഭയങ്കര രോമവും കണ്ണൊക്കെ ഭയങ്കര ഭംഗിയാ. So guys, we have reached our destination and we met Manav. Manav is the one who's directing us to our location. മഴ പെയ്യുന്നുണ്ട്. ഒരു വൈകുന്നേരം ആകുമ്പോൾ മഞ്ഞ് പെയ്യുന്നതാണ് ഇവർ പ്രിഡിക്റ്റ് ചെയ്യണത്. ലെറ്റ്സ് സീ. ഇതൊക്കെ ഇവിടുത്തെ വളരെ പഴക്കമുള്ള വീടുകളാണെന്നാണ് പറയുന്നത്. കണ്ടോ, wood and stones, and these last like more than 100 years, these houses. ഇവിടെയൊക്കെ മഞ്ഞായിരുന്നു എന്നാണ് പറയണത്. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ. ഇന്ന് മെൽറ്റ് ചെയ്തതെന്ന് പറയണേ. മോസ്റ്റ് പ്രോബബ്ലി ഇന്ന് പെയ്യേണ്ടതാണ്. ഒരു ചെറിയ അരുവിയൊക്കെ ഉണ്ട് ഇവിടെ. ഞാൻ കാണിച്ചു തരാം. നമ്മുടെ കൂടെ ഒരു മച്ചാനുണ്ട്, വേറെ ആള് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹായ്. ഇവിടുത്തെ പട്ടികളൊക്കെ കാണാൻ, എല്ലാത്തിനെയും കാണാൻ ഗോൾഡ് റിട്രീവറിനെ പോലെ ഇരിക്കണം. അച്ചോ, ഓ ഓ. അങ്ങനെ ഞങ്ങൾ കുറച്ചും കൂടി നടന്ന്, എനിക്ക് തോന്നുന്നു ഒരു സ്ഥലം അറൗണ്ട് ഇപ്പോൾ നേരത്തെ കാണിച്ച സ്ഥലത്തുനിന്ന് ഒരു 700 മീറ്റേഴ്സും കൂടി നമ്മൾ നടന്നു. നമ്മൾ എത്തിയിരിക്കുന്നു. കുറച്ച് ടാസ്ക്കാണ്. എൻ്റെ അമ്മച്ചി, ഇതാണ് ഞങ്ങളുടെ സ്റ്റേ. ആൻഡ് ദിസ് ഇസ് ദ വ്യൂ. ഇതാണ് ഞങ്ങളുടെ സ്ഥലം. ഡേ 1. അങ്ങനെ ഗായ്സ്, ഞങ്ങൾ റൂം എത്തി. ദ ബെസ്റ്റ് പാർട്ട് ഇസ് ഇവിടുന്ന് നോക്കുമ്പോൾ വ്യൂ കണ്ടോ. ഓ, മഞ്ഞുകൂടി വീതാ വേറെ ലെവലായിരിക്കും. അതെ, ഒരാൾ തണുത്ത് കുറച്ചിരിക്കണോക്കി. ഇതിന്റെ മുകളിൽ ഒരു പാർക്കൊക്കെ ഉണ്ട്. ഇപ്പൊ മഴ പെയ്യണ കാരണം ഞങ്ങൾ ഇപ്പൊ അങ്ങോട്ട് പോകുന്നില്ല. ബട്ട് ഞങ്ങൾ കാണിച്ചു തരാം. ഇവിടെ താഴത്തേക്കാളും ഭയങ്കര തണുപ്പ് കൂടുതലാണ് ഇവിടെ. ഓ, അത് മാത്രമല്ല ബഹളവും ഇല്ല. വണ്ടികളുടെ ബഹളോ ആൾക്കാരുടെ ബഹളോ ഒന്നുമില്ല. വെരി സൈലന്റ്. ആൻഡ് നോക്കൂ ഗൈസ്, എനിക്കറിയില്ല ക്യാമറയിൽ ഇത് എത്രത്തോളം നിങ്ങൾക്ക് ഭംഗിയായിട്ട് തോന്നുന്നു, പക്ഷെ ഒരു രക്ഷയില്ല. എങ്കപ്പാറ് ഞങ്ങൾ വീട്ടിൽ നിന്ന് കുറച്ച് ഹോം മെയ്ഡ് വൈൻ കൊണ്ടുവന്നായിരുന്നു.
അങ്ങനെ ഞങ്ങളൊരു വൈൻ ചിയേഴ്സ് അടിച്ചിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഒരു തെർമൽ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ വേറെ ഒരെണ്ണം ഇട്ടിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ ചാറ്റ്. യെസ്. അപ്പോൾ ഞങ്ങൾ വൈൻ കുടിച്ച് ഫുഡ് കഴിക്കാൻ പോവാണ്. ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ല. ഗൈസ്, നിങ്ങൾ ഇത് കാണുന്നുണ്ടോ? ഞാൻ അങ്ങനെ എൻ്റെ ലൈഫിലെ ആദ്യത്തെ സ്നോഫോൾ കണ്ടു ഗൈസ്, ആദ്യത്തെ സ്നോഫോൾ. അങ്ങനെ സ്നോഫോൾ കണ്ട എക്സൈറ്റ്മെന്റിൽ നന്ദു ഒരു രക്ഷയില്ല. ഇത് നോക്കി, ഇവിടെ വീട് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. വൈറ്റിൽ വീഴണുണ്ടോ നോക്കി മുകളിലേക്ക്. ഹായ്. നൈസ്. ഇതേ മഞ്ഞത്ത് അടച്ച് കയറി പോണത് കണ്ടോ, താഴെയൊക്കെ ഫുൾ മഞ്ഞ് നിറഞ്ഞു തുടങ്ങി. നോക്ക്, ഇത് നമ്മുടെ റൂം ആക്ച്വലി അവിടെയാ. നമ്മളിങ്ങനെ കയറി വരുമ്പോൾ ചെറിയൊരു ഗാർഡൻ പോലെ ഉണ്ട്. ഇവിടെ ഗാർഡനിൽ ഞാൻ അമാനുഷിക കാലിൽ സോക്സ് പോലും ഇട്ടിട്ടില്ല. നോക്ക്, ഇവിടെ ഒക്കെ സ്നോഫോളാ. ഈ നാളെ രാവിലെ എണീക്കുമ്പോൾ ഇവിടെ ഒക്കെ ഇങ്ങനെ പഞ്ഞി പോലെ ഇപ്പോഴും അങ്ങനെ തന്നെ. അതുണ്ടോ? അങ്ങനെ കണ്ടു സ്നോഫോൾ കണ്ടു. രാത്രി അല്ല ആക്ച്വലി, സമയം 7 മണി ആയിട്ടുള്ളൂ. ഇരുട്ടീന്നേ ഉള്ളൂ, പക്ഷെ നല്ല സ്നോഫോൾ ഉണ്ട്. ഉണ്ടാക്കി എന്റെ സ്നോമാൻ. എന്റെ കൈയോടെ ഫ്രീസ് ആയിട്ടിരിക്കാൻ ഗ്ലൗസ് പോലും ഇട്ടിട്ടില്ല. അയ്യോ, ഞങ്ങളുടെ അടുത്തേക്ക് പോട്ടെ. ഞാൻ ആദ്യം പോവാം. സ്നോയില് വീണ് കഴിഞ്ഞാൽ സ്പോഞ്ചിൽ വീഴണമല്ലോന്നും ആയിരിക്കില്ല, കല്ലിൽ തന്നെ ആയിരിക്കും അടിക്കണേ. ഇതാണ് ഞങ്ങളുടെ റൂം. ഞങ്ങളുടെ റൂമിന്റെ മുകളിലേക്ക് കണ്ടെങ്കിൽ ഇങ്ങനെ വന്നാൽ, അല്ലെങ്കിൽ പിന്നെ കറങ്ങി വരേണ്ട റൂട്ടുണ്ട്. അത് നല്ലത് ഇങ്ങനെ വന്നല്ലേ എന്ന് വിചാരിച്ചിറങ്ങിയതാ. പോയി അവൾ ആ വഴി ബെഡ്റൂമിൽ പോയി കിടന്നുറങ്ങി. അവിടെ ഒരു ഇതില്ലേ, എന്റെ ഉള്ളിലാണ് കാപ്പി. തല പോവാ എൻ്റെ അകത്തേക്ക്. ചോദി കുടിക്കണമെന്ന് പറയണ്ടേ. നല്ല കാപ്പി ഗൈസ്, വെരി ബ്യൂട്ടിഫുൾ കോഫി. അണ്ണാക്കുള്ളിയല്ലേ. ഞങ്ങളുടെ ഇന്നത്തെ രാത്രി ഡിന്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആ ഗ്രോസറി ഷോപ്പിൽ നിന്ന് മാഗി വാങ്ങിച്ചായിരുന്നു. അപ്പം ഞങ്ങൾ ഇന്ന് രാത്രി മാഗിയാണ് ഗൈസ് കഴിക്കുന്നത്. ഇന്ന് ഞങ്ങൾ നേരത്തെ കിടന്നുറങ്ങും, കാരണം നാളെ അതിരാവിലെ നീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പോയ ഗാർഡനില്ലേ, അവിടെ ഫുൾ ഈ തിക്നെസ്സിലല്ല, നല്ല തിക്കായിട്ട് ഇങ്ങനെ സ്നോ, എന്തിനു ചിരിക്കുന്നത്, തിക്കായിട്ട് സ്നോ വീണ്ടാവും. പക്ഷേ അല്ല, സ്നോ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അപ്പം അത് നാളെ രാവിലെ എണീറ്റാൽ ചിലപ്പോൾ നാളെ രാവിലെയും സ്നോഫോൾ ഉണ്ടാവും, അത് കാണാനും പറ്റും. അപ്പോൾ ദാറ്റ് ഇസ് ഇറ്റ് ഫോർ ദിസ് വ്ലോഗ് ഗൈസ്, പാർട്ട് 1. അപ്പോൾ എന്തെങ്കിലും സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ. സബ്സ്ക്രൈബ്, കമന്റ്, ലൈക്ക്. ബൈ.